വന്നിരിക്കുന്നത്. ഇത് കണ്ടാൽ ഒരു മീൻകറിയുടെ റെസിപ്പിയാണെന്ന് തോന്നും, പക്ഷേ ഇത് മീൻകറിയല്ല. ഇത് മാങ്ങ കൊണ്ടുള്ളൊരു അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ്. നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ ചട്ടിയിലോട്ട് ഒരു 10-15ഓളം കൊച്ചുള്ളി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. പിന്നെ ഒരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തത്, രണ്ട് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇനി ഇതെല്ലാം നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് മാങ്ങ ഞാൻ ചെത്തി ക്യൂബ്സായിട്ട് വെട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ആ മാങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് 2 വലിയ മാങ്ങയുണ്ട്. ഈ മാങ്ങയും ഈ മസാലകളൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് കൈകൊണ്ട് തിരുമ്മി പിടിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. ഇനി നമുക്ക് ഈ കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1/2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നമുക്കിത് വയ്ക്കാം. നമുക്കിനി ഫ്ലെയിം ഓൺ ചെയ്യാം. ഇത് 10 മിനിറ്റ് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യും തോറും ഇതിനൊരു നല്ല മണം വരും. അതുവരെ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ചട്ടി ഫുള്ളുണ്ടായിരുന്നത് ഇപ്പം ആ മാങ്ങയൊക്കെ ഒന്ന് താഴ്ന്ന ഒരു അരച്ചട്ടിയോളം ആയിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ടിരുന്നതാണ്. നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ അത് നന്നായിട്ട് കുറച്ച് താഴ്ന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് 2ാം പാല് ഞാൻ എടുത്ത് വച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങയുടെ 2ാം പാലിൽ കിടന്ന് ഇതൊന്ന് വെന്ത് വരണം. നമുക്കിത് സിമ്മിലിട്ട് വേവിച്ചാൽ മതി. കറി തിളയ്ക്കുന്ന നേരം കണ്ട് നമുക്ക് താളിക്കാനുള്ള മിക്സ് തയ്യാറാക്കി വയ്ക്കാം. ഇതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഈ കറിക്ക് വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത്,
3-4 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ഈ ചൂട് എണ്ണയിൽ കിടന്ന് ബാക്കിയുള്ളത് ക്രിസ്പായിട്ട് വന്നോളും. നമുക്കിനി കറി ഒന്ന് തുറന്ന് നോക്കാം. എണ്ണയൊക്കെ ചെറുതായിട്ട് തെളിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മാറ്റി വെച്ച 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ചേർത്തിട്ട് നമ്മൾ സാധാരണ തിളപ്പിക്കാറില്ല. പക്ഷേ ഈ കറിക്ക് നമ്മൾ 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞാലും ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് തന്നെ എടുക്കണം. നമ്മളിനി ഈ കറി നാളെയാണ് ഉപയോഗിക്കുന്നത്. ഇന്ന് രാത്രി ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് നാളെ ഈ കറി യൂസ് ചെയ്യാൻ പറ്റും. കറി 1-ാം പാലിൽ കിടന്ന് ഒന്നുകൂടെ തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നോക്കാം. കറി 1-ാം പാലിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരല്പം ഉലുവാപ്പൊടിയോടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ താളിച്ച് വെച്ച കൂട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങളും മാങ്ങാക്കറി ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.